ഹായ് ഓൾ വെൽക്കം ടു ടുഡേയ്സ് സെക്ഷൻ. ഇന്ന് നമ്മൾ സ്കെലറ്റൽ സിസ്റ്റത്തിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് ബോൺ എന്താണെന്ന് നോക്കാം. ഈ ബോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് മെയ്ഡ് അപ്പ് ഓഫ് ഓഷ്യസ് ടിഷ്യൂ, കാർട്ടിലേജ്, ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ, എപ്പിത്തീലിയം ആൻഡ് അഡിപ്പോസ് ടിഷ്യൂ. ഇവയെല്ലാം കൂടി നിർമ്മിക്കപ്പെട്ടതാണ് ഒരു ബോൺ എന്ന് പറയുന്നത്. അതിനെ ഒരു ഫ്രെയിം വർക്ക് ആക്കി മാറ്റുകയാണ്. ഈ ബോണും കാർട്ടിലേജും എല്ലാം കൂടെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ സ്കെലറ്റൽ സിസ്റ്റം എന്ന് പറയുന്നത്. ദ എൻറ്റയർ ഫ്രെയിം വർക്ക് ഓഫ് bones and cartilage constitute the skeletal system. The bones, muscles and joints together form musculoskeletal system. Skeletal സിസ്റ്റത്തിൻ്റെ മറ്റൊരു പേരാണ് മസ്കുലോസ്കെലറ്റൽ സിസ്റ്റം എന്ന് വെച്ചാൽ ഈ ബോൺസ്, എല്ലുകളും മസിൽസും ജോയിൻസും എല്ലാം ടുഗദർ ഫോം ചെയ്യുന്ന ഒരു കംപ്ലീറ്റ് സ്ട്രക്ചറിനെയാണ് മസ്കുലോസ്കെലറ്റൽ സിസ്റ്റംസ് എന്ന് അറിയപ്പെടുന്നത്. ഈ മസ്കുലോസ്കെലറ്റൽ സിസ്റ്റം ത്തിലുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവരിലുണ്ടാകുന്ന ഡിസോർഡേഴ്സിനെയൊക്കെ ട്രീറ്റ് ചെയ്യുന്ന ടീമിനെ പറയുന്ന പേരാണ് ഓർത്തോപീഡിക്സ്. നെക്സ്റ്റ് നമുക്ക് ഫങ്ഷൻസ് ഓഫ് ബോൺസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ബോൺസ് എപ്പോഴും നമ്മുടെ ബോഡീനെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് വ്യക്തമായ ഒരു ഷേപ്പ്, പിന്നെ നമ്മുടെ ഇൻസൈഡുള്ള സോഫ്റ്റ് ഓർഗൻസിനെയൊക്കെ ഈ ബോൺസാണ് എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ മൂവ്മെൻറ്റ്സ് ടു അറ്റാച്ച്ഡ് സ്കെലറ്റൽ മസിൽസ്. നമ്മളെ ഓരോ മൂവ്മെൻറ്റ്സിനും ഈ സ്കെലറ്റൽ സിസ്റ്റം മസിൽസാണ് നമ്മളെ സഹായിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് സെൽ ഫോർമേഷനും അതുപോലെ നമ്മുടെ മിനറൽസ്, ഫാറ്റ്സ് ഇതെല്ലാം സ്റ്റോർ ചെയ്യുന്നതിനും ഈ ബോൺസാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. So the functions of bones are support of the body, shape, protection of soft organs, movements due to attached skeletal muscles, storage of minerals and fats, blood cell formations. So next the types of bones ആണ് നോക്കുന്നത്. നമുക്ക് 5 തരത്തിലുള്ള ടൈപ്സ് ഓഫ് ബോൺസ് ആണ് ഉള്ളത്. ലോങ് ബോൺസ്, ഷോർട്ട് ബോൺസ്, ഫ്ലാറ്റ് ബോൺസ്, ഇറഗുലർ ബോൺസ് ആൻഡ് സെസമോയിഡ് ബോൺസ്. നെക്സ്റ്റ് ഓർഗനൈസേഷൻ ഓഫ് സ്കെലട്ടൻ. സ്കെലട്ടനെ രണ്ടായിട്ടാണ് മെയിൻലി ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ഏസിയൽ സ്കെലട്ടൻ ആൻഡ് അപ്പൻഡിക്കുലാർ സ്കെലട്ടൻ. നമുക്ക് ഫസ്റ്റ് ഏഷ്യൽ സ്കെലട്ടൻ എന്താണെന്ന് നോക്കാം. ഏക്സിയൽ സ്കെലട്ടൻ ഈസ് കമ്പോസ്ഡ് ഓഫ് സ്കൾ, വെർട്ടിബ്രൽ കോളം ആൻഡ് thoracic cage. സ്കള്ള്, വെർട്ടിബ്രൽ കോളം ആൻഡ് thoracic cage കൂടി ചേരുന്നതിനാണ് ഏക്സിയൽ സ്കെലട്ടൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിനെ. അതിൽ നമുക്ക് സ്കള്ളിനെ കുറിച്ച് നോക്കാം. സ്കൾ consist of 29 bones and can subdivided into 5 areas. 29 എല്ലുകൾ കൂടി ചേർന്നതാണ് ഒരു സ്കൾ എന്ന് പറയുന്നത്. അതിനെ തന്നെ 5 ഏരിയാസ് ആയിട്ട് സബ്ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ക്രേനിയം, ഫേഷ്യൽ ബോൺസ്, ഹയോഡ് ബോൺസ്, ഓസിക്കൽസ് ഓഫ് ദ ഇയേഴ്സ് ആൻഡ് വോമിയൻ ബോൺസ്. ഇങ്ങനെയാണ് അവ തിരിച്ചിരിക്കുന്നത് 29. അങ്ങനെ സബ് ഡിവിഷൻ ചെയ്ത ഫസ്റ്റ് വണ്ണായ ക്രേനിയത്തിനെ കുറിച്ച് നമുക്ക് നോക്കാം. ക്രേനിയം. ദ ക്രേനിയം കൺസിസ്റ്റ് ഓഫ് 8 ബോൺസ് ആൻഡ് is specifically defined as rounded bony case enclosing and protecting the brain, which means ക്രേനിയം എന്ന് പറയുന്നത് 8 ബോണുകൾ കൂടിച്ചേരുന്ന ഒന്നാണ്. അതിൻ്റെ മെയിൻ ഫങ്ഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ്. അത് റൗണ്ട് ഷേപ്പിലായിരിക്കും. അത് കൂടി ഇങ്ങനെ എൻക്ലോസ് ആയിട്ടിരിക്കുന്ന ഒരു സ്ട്രക്ചറും കൂടി ആയിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ ഫങ്ഷൻസ് ആണ് അറ്റാച്ച്മെൻറ്റ് സർഫേസ് ഫോർ ഇമ്പോർട്ടൻറ്റ് ഗ്രൂപ്പ്സ് ഓഫ് മസിൽസ് ആൻഡ് ഇൻ ദ ഫോർമേഷൻ ഓഫ് സൈനസ് വിച്ച് സെർവ്സ് ആൻ resonance chambers and help to reduce the total weight of the skull, which means ഒരു അറ്റാച്ച്മെൻറ്റ് മസിൽസിൻ്റെ ഗ്രൂപ്പ് ഓഫ് മസിൽസിനെ അറ്റാച്ച് ചെയ്ത് അതിനെ ഒരു റൗണ്ട് ഷേപ്പാണെന്ന് പറഞ്ഞല്ലോ. അത് ഈ സ്കള്ളിൻ്റെ വെയ്റ്റിനെ റെഡ്യൂസ് ചെയ്യാനും നമുക്ക് സേഫ്റ്റി ചേംബർ പോണക്ക് ആകാനും ഇവ ഹെൽപ്പ് ചെയ്യുന്നു.
നെക്സ്റ്റ് നമുക്ക് ക്രേനിയത്തിൽ ഉൾപ്പെടുന്ന 8 ബോൺസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഫ്രോണ്ടൽ ബോൺ. ദ ഫോർഹെഡ് ഏരിയനെയാണ് അത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഈസ് പെരിയേറ്റൽ ബോൺസ്. അത് 2 വരുന്നത്. അത് ടോപ്പ് ആൻഡ് സൈഡ് ഓഫ് ദി ഹെഡിനെ കവർ ചെയ്യുന്നതാണ്. അടുത്തത് ഓക്സിപിറ്റൽ ബോൺ. അത് 1 വരുന്നത്. നമ്മുടെ ബാക്ക് ഓഫ് ദ ഹെഡ് ആയിരിക്കും ഓക്സിപിറ്റൽ വരുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ടെമ്പോറൽ ബോൺസ്. അതും 2 ഉള്ളത്. അത് നമ്മുടെ ഇയറിൻ്റെ മുകളിലായിട്ടായിരിക്കും 2 ടെമ്പോറൽ വരുന്നത്. നെക്സ്റ്റ് വൺ ഈസ് സ്ഫിനോയിഡ് ബോൺസ്. അത് ഒരെണ്ണമാണ് വരുന്നത്. നമ്മുടെ ബാക്ക് ഓഫ് ദ ഐ സോക്കറ്റ്, ആൻറ്റീരിയർ ടെമ്പിൾസ് ആൻഡ് ബേസ് ഓഫ് ക്രേനിയം, ഇതിനിടയിൽ വരുന്നതാണ് സ്ഫിനോയിഡ് എന്ന് പറയുന്നത്. ദ ലാസ്റ്റ് വൺ ആണ് എത്മോയിഡ് ബോൺസ്. സോ ദ സമ്മറി ഓഫ് ദ ക്രേനിയൽ ബോൺസ് എന്ന് പറയുന്നത് ടോട്ടൽ 8 ബോൺസ് ആണുള്ളത്. 1 ഫ്രോണ്ടൽ ബോൺസ്, 2 പെരിയേറ്റൽ ബോൺസ്, 1 ഓക്സിപിറ്റൽ ബോൺ, 2 ടെമ്പോറൽ ബോൺസ്, 1 സ്ഫിനോയിഡ് ബോൺസ് ആൻഡ് 1 എത്മോയിഡ് ബോൺസ്. അപ്പോൾ നമ്മളിന്ന് പഠിച്ചത് സ്കെലറ്റൽ സിസ്റ്റത്തിനെ കുറിച്ചായിരുന്നു. സ്കെലറ്റൽ സിസ്റ്റത്തിൻ്റെ മറ്റൊരു പേരാണ് മസ്കുലോ സ്കെലട്ടൻ. ആൻഡ് അതിനെ ട്രീറ്റ് ടീമിനെ പറയുന്ന പേരാണ് ഓർത്തോപീഡിക് ടീം എന്ന്. പിന്നെ അതിൻ്റെ ഫങ്ഷൻസ് പഠിച്ചു. സ്കെലറ്റൽ സിസ്റ്റത്തിൻ്റെ ടൈപ്സ് പഠിച്ചു. അതിനെ മെയിനായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്ന 2 ഇത് പഠിച്ചു. ഏസിയോ സ്കെലറ്റൽ ആൻഡ് അപ്പൻഡിക്കുലർ സ്കെലറ്റൽ. ആൻഡ് ഏസിയൽ സ്കെൽട്ടനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിച്ചു. ഏസിയൽ സ്കെൽട്ടനിൽ തന്നെ ഫസ്റ്റ് പാർട്ടാണ് സ്കള്ള് വരുന്നത്. സ്കള്ളിൽ തന്നെ 5 നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നു. അതിൽ ഫസ്റ്റാണ് ക്രേനിയം. ആൻഡ് ക്രേനിയത്തിൽ 8 ബോൺസ് ആണ് ഉള്ളത്. അതുവരെയാണ് നമ്മളിപ്പോൾ പഠിച്ചു നിർത്തിയത്. സോ ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. മാക്സിമം ഞാൻ എലാബറേറ്റ് ചെയ്ത് തന്നെയാണ് പോയിരിക്കുന്നത്. നെക്സ്റ്റ് പാർട്ട് വീഡിയോ സൂൺ ഇടുന്നതായിരിക്കും. ആൻഡ് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇഫ് നോട്ട് ജസ്റ്റ് കമൻറ്റ് ബിലോ. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.